ശബരിമലയിൽ ശ്രീകോവിൽ പ്രഭാമണ്ഡലത്തിന്റെയും കട്ടിളപ്പാളിയുടെയും സാമ്പിളുകൾ SIT ശേഖരിച്ചു. സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കയക്കും. അതേസമയം SIT മുറിച്ചു മാറ്റിയ പാളികളുടെ അറ്റകുറ്റപ്പണിയിൽ നിയമോപദേശം തേടിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് SIT ശബരിമല ശ്രീകോവിൽ പ്രഭാമണ്ഡലത്തിന്റെയും കട്ടിളപ്പാളിയുടെയും സാമ്പിളുകൾ ശേഖരിച്ചത്. ഇതിനായി ഇന്നലെ വൈകിട്ട് നട തുറന്ന ശേഷം പാളികൾ അഴിച്ചുമാറ്റിയിരുന്നു. പാളികളിൽ നിന്നെടുക്കുന്ന സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. മുൻപും കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സാമ്പിളുകൾ SIT കൊണ്ടുപോയിരുന്നു. അതേസമയം SIT മുറിച്ചുമാറ്റിയ പാളികളുടെ അറ്റകുറ്റപ്പണിയിൽ നിയമോപദേശം തേടിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. ശ്രീകോവിലിന്റെ പല ഭാഗങ്ങളിലും ദ്വാരം കാണുമ്പോൾ വിഷമമുണ്ട്. ചാടിക്കയറി അറ്റകുറ്റപ്പണി നടത്തിയാൽ അന്വേഷണത്തിന് തടസ്സമാകുമെന്നും SIT കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം മാത്രം അറ്റകുറ്റപ്പണി നടത്താമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രദ്ധയിൽപ്പെടുകയല്ല, തന്ത്രിയുടെ ഒരു നോട്ട് നമ്മൾ കണ്ടായിരുന്നു, ബോർഡിലും ചർച്ച ചെയ്തു. അതിനകത്ത് ഒരു നിയമോപദേശവും ഞങ്ങൾ എടുത്തു. ഇപ്പോൾ അന്വേഷണം പൂർത്തിയായി ചാർജ് ഷീറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ നമുക്ക് അതിലേക്ക് കടക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ ഇനി സ്വർണം വെൽഡ് ചെയ്ത് ചേർക്കുക, അത് നന്നാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ അന്വേഷണത്തിൻ്റെ ഇടയിൽ കയറി ചെയ്യുന്നത് അത് ശരിയല്ല എന്നും അത് അന്വേഷണ സംഘത്തിനും ഒക്കെ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണത്. അന്വേഷണം പൂർത്തിയായി ഇനി ഞങ്ങൾക്ക് ഇതൊന്ന് ഇളക്കുകയോ മുറിക്കുകയോ ഒന്നും ആവശ്യമില്ല എന്ന് അവിടുന്ന് ഒരു ക്ലിയറൻസ് കിട്ടാതെ നമ്മൾ കയറി അത് റിപ്പയർ ചെയ്യുന്നത് അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കലായിരിക്കും. സ്വർണ്ണ കവർച്ചാ കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചു. 18-ന് ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട്. ജനം, സന്നിധാനം.